I'm not the best daughter. I'm not the best daughter. On screen, I'm not the best daughter. ഞാൻ ആക്ച്വലി അപ്രീസിയേഷൻ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്നാണ്. അതെന്റെ ഫാദറിൽ നിന്നാണ്. സബാസ് ബട്ടാ എന്ന് പറയും. That is so beautiful man. അതിന് കേൾക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും, പറയുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. എടോ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു സാധനം വന്ന പ്രണയം സൈഡ് ലൈൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ, ഉദ്ദേശിച്ച കുറേ സമയത്തേക്ക്. ഈ ഒരു കാര്യം ഇൻഡസ്ട്രിയിൽ അറിയാവുന്ന കുറച്ച് പേർക്ക് അറിയുള്ളൂ, വളരെ കുറച്ച് പേർക്ക്. വലിയ വിജയമായിരുന്നില്ലേ? എന്റെ ഫാദറിനെ സംബന്ധിച്ചോളം അത് വിജയമല്ല, അല്ല അതൊരു അച്ചീവ്മെന്റ് അല്ല. നത്തിങ് ഇസ് അച്ചീവ്മെന്റ് ഫോർ ഹിം. ബൈ മൗത്ത് ഉണ്ടല്ലോ, അയ്യോ മോളുടെ പടം ഡേ ഇങ്ങനെ കാണിക്കും. സ്ട്രാറ്റജി ഭയങ്കര ഇഷ്ടമായി. ഇമോഷണൽ ആകുമ്പോഴല്ലേ? അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സാധനം. ഞാൻ വേറൊരു വഴിക്ക് പോയപ്പം നിങ്ങൾ മറ്റേ അപ്രീസിയേഷൻ ചോദിച്ചു. അപ്പൊ നമ്മള് പൂച്ചക്കാരാണ്, അല്ല ബഡീസ്. പുറത്തൊരാൾക്ക് മനസ്സിലാവില്ല. പപ്പ എങ്ങാനും ഷവർമയോ അൽഫാമോ മേടിക്കുന്നെങ്കില് അപ്പക്ക് എല്ലും ഇവനാണ് മാംസം. ആ അവസ്ഥ നമ്മള് എന്നെ തോണ്ടി വിളിക്കും. ഞാൻ ഇടയ്ക്ക് ഡിപ്രഷൻ ഒക്കെ അടിച്ചിരുന്ന് കരയും എന്റെ കാട്ടിലേക്ക് കിടന്ന്. ഭയങ്കര കരച്ചിലായിരിക്കും, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്. ചില അഭിമുഖങ്ങൾക്ക് വല്ലാത്തൊരു എനർജി ഉണ്ടായിരിക്കും. ചില ആർട്ടിസ്റ്റുകൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത് തൊട്ട് കസേരയിൽ ഇരിക്കുന്നത് വരെ സിനിമയെ പറ്റി, വരാനിരിക്കുന്ന സിനിമകളെ പറ്റി, ആഗ്രഹങ്ങളെ പറ്റി എപ്പോഴും അങ്ങനെ എനർജി ഉള്ള ഒരു എനർജറ്റിക് സോളിനെ കണ്ടുമുട്ടുന്നത് വലിയ ഭാഗ്യമാണ്. എനർജി കോശിയാണ്. നമസ്കാരം. താങ്ക് യു വിഷ്ണു, താങ്ക് യു. ആ വിഷ്ണു എന്നെ ഇത്ര ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല, തിരിച്ചും പൊക്കിയൊന്നും പറയണമല്ലോ. ചുമ്മാ പറയുന്നല്ലോ കേട്ടോ. ഐ തിങ്ക് ഞങ്ങളുടെ 4-ാമത്തെ 5-ാമത്തെ സിനിമ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഇദ്ദേഹത്തെ പോലെ സാധാരണ ആൾക്കാർ ചുമ്മാ ഇന്റർവ്യൂവിനൊക്കെ വരുമ്പോ വെറുതെ എന്തൊക്കെയോ കണ്ടന്റ് ഗൂഗിളിൽ നോക്കിയിട്ട് വരും. പക്ഷെ വിഷ്ണു എനിക്ക് എവിടുന്നാന്ന് അറിയില്ല, എനിക്ക് പോലും അറിയാത്ത പല ഇൻഫർമേഷനും എവിടെ നോക്കിയോ കണ്ടുപിടിച്ച് വന്ന്. താങ്ക് യു വിഷ്ണു. വിഷ്ണുവിന്റെ ഇന്റർവ്യൂസിനെ പറ്റി ഐ എം സോ ഹാപ്പി. വിഷ്ണു ആണ് എന്നെ ഇന്റർവ്യൂന്ന് വരുന്നത്. അപ്പം സോ ഹാപ്പി. താങ്ക് യു ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ ആദ്യം പറയണത്, നമ്മൾ പണ്ട് ഇന്റർവ്യൂകളിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മള് പൂച്ചകളെ പറ്റി കുറെ സംസാരിക്കായിരുന്നു. ഇന്ന് ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കിയാൽ പൂച്ചകൾ മാത്രമേ കാണാറുള്ളൂ. പൂച്ച വെച്ച് 5-6 ലക്ഷം ഉണ്ടാകും, നമ്മൾ ഒരു മാനത്തൊക്കെ ഇരിക്കുന്നു. അതെ, ഞാൻ ചില ആക്ടേഴ്സ് ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ, വിഷ്ണു അഗസ്ത്യയോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നോക്കി പഠിക്കേണ്ട ഒരു മൃഗമാണ് അത്ര പൂച്ച. കാരണം അവരാണ് ഏറ്റവും അധികം ഫേഷ്യലി എക്സ്പ്രസ് ചെയ്യുന്നതും അതുപോലെ ബോഡി മൂവ്മെന്റ്സ് വൈസും ഒരു ആക്ടറെ ശ്രദ്ധിക്കേണ്ട മൃഗമാണ് പൂച്ച എന്ന്. ഇപ്പൊ അങ്ങനെ ആലോചിക്കാൻ തോന്നുന്നുണ്ടോ? ഇതിപ്പോ വിഷ്ണു ചോദിച്ച എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ വീട്ടില് 16-17 പൂച്ച ഉണ്ടായിരുന്നു. 2 പൂച്ചയേ ഉള്ളൂ. ഞാൻ ജനിച്ച 2 വയസ്സ് തൊട്ട് എന്റെ കൂടെ പൂച്ചയുണ്ട്. പൂച്ച ഇല്ലാത്തൊരു ലൈഫ് എനിക്കില്ല. ഞാൻ സ്റ്റാർ സൈൻ ലിയോ ആണ്, ഞാൻ പൂച്ചക്കാരിയാണ്. ലൈക്ക് മൈ ആനിമൽ ഇറ്റ്സെൽഫ് ഈസ് കാറ്റ്. എന്ത് വന്നാലും 4 കാലിനെ വീഴും, പ്രശ്നം പറ്റിയാലും. എനിവേ പൂച്ചകളുടെ കാര്യം എന്ന് പറഞ്ഞത്, ഞാൻ എന്റെ വീട്ടില് 2-3 പേരുണ്ട്. ഞാൻ പുറത്തുള്ളവരോട് പറയും, ഇവന്മാരോട് നമ്മൾ സംസാരിക്കും. വിഷ്ണുവിന്റെ വീട്ടിൽ മൃഗങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൃഗസ്നേഹികളോട് പറഞ്ഞാൽ ഇത് കണക്ട് ആവാൻ പറ്റും, അല്ലാതെ പറഞ്ഞത് മനസ്സിലാവില്ല. അവർ പറയും പൂച്ച എന്തെങ്കിലും കാലുകൊണ്ടൊക്കെ തട്ടി, ഞാനവർക്ക് അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയും. പക്ഷെ എന്റെ പൂച്ചയ്ക്ക് എന്റെ അമ്മ പറയും, എന്റെ അമ്മയാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് പുള്ളിക്കാരിയാണ് ഫീഡ് ചെയ്യുന്നത്, അമ്മയുടെ പെറ്റുകളാണ്. എന്റെ പപ്പയ്ക്കും പൂച്ച ഇഷ്ടമാണ്, ഫാമിലി മൊത്തം ഇഷ്ടമാണ്. അപ്പം ഞങ്ങളുടെ കൂടെ കിടക്കുന്നതും ഇരിക്കുന്നതും ഉറങ്ങുന്നതും കഴിക്കുന്നതും എന്തിനു ഡൈനിങ് ടേബിളില് ഞങ്ങൾക്ക് പ്ലേറ്റ് വെക്കുമ്പോ അവനും ടേബിളിൽ തന്നെ ഒരു പ്ലേറ്റ് ഉണ്ട്. കാറ്റ് ഫുഡ് ആയിട്ടല്ല, ഞങ്ങളുടെ ഫുഡിന്റെ ഞങ്ങളിപ്പോ പപ്പ എങ്ങാനും ഷവർമയോ അൽഫാമോ മേടിക്കുന്നെങ്കില് അപ്പക്ക് എല്ലും ഇവനാണ് മാംസം. ആ അവസ്ഥയാണ്, മനസ്സിലായോ? അപ്പം എന്റെ വീട് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവന്മാരോട് നമ്മൾ പറയാ മിണ്ടരുത്, കഴിക്കരുത്, നോക്കരുതെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പ്രഷൻ ഇടും. അതായത് വിഷമം, ദുഃഖം, ഇതൊക്കെ മുഖത്ത് കാണാൻ പറ്റും. ഇത് പുറത്തൊരാളോട് പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ അറിയില്ല. വളർത്തിയവർക്കേ അറിയുള്ളൂ. നമ്മൾ പിണങ്ങിയാൽ അവർക്ക് വിഷമാവും. നമ്മൾ എന്നെ തോണ്ടി വിളിക്കും. ഞാൻ ഇടയ്ക്ക് ഡിപ്രഷൻ ഒക്കെ അടിച്ചിരുന്ന് കരയും എന്റെ കാട്ടിലേക്ക് കിടന്ന്. ഭയങ്കര കരച്ചിലായിരിക്കും, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്. ഇവൻ എന്റെ അടുത്ത് വന്ന്, എന്റെ പൂച്ചക്കുഞ്ഞു 2 പേരുണ്ട്, എന്റെ അടുത്ത് വന്നിട്ട് കറക്റ്റ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നവർക്ക് അറിയാം, പൂച്ചക്കാർക്ക് അറിയാം ഹൗ ആനിമൽ സപ്പോർട്ട് ഹ്യൂമൻ ബീങ്സ്. കാര്യം they also have a communication, they have also energy. പൂച്ചകൾക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഞാൻ ഫുള്ള് നെഗറ്റീവാണ്, സിനിമയും ഇതൊക്കെ കഴിഞ്ഞ് ഫുള്ള് ഡിപ്രഷൻ അടിച്ച് നെഗറ്റീവ് അടിച്ച് ചെല്ലുമ്പോൾ ഹ്യൂമൻ്റെ അടുത്തുണ്ട്. വെൻ ഐ ക്രൈ ഓർ വെൻ ഐ എം സാഡ്,
ഐ ഓൾവേസ് ഫൈൻഡ് ഇവൻ ഒരു വഴിയിലാണെങ്കിലും സ്ട്രേ പൂച്ച എൻ്റെ അടുത്ത് വന്നിരിക്കും. ആ പലപ്പോഴും വന്നിരിക്കാറുണ്ട് എൻ്റെ അടുത്ത്. ഇതിപ്പോൾ ഞാൻ ചുമ്മാ പറയുമല്ല, വിഷ്ണു എന്തുകൊണ്ട് ചോദിച്ചെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പലപ്പോഴും വെറുതെ ഞാൻ പല ഹോട്ടൽസിലും റിസോർട്ട്സിലും ഒക്കെ ഷൂട്ടിന് സമയത്ത് താമസിക്കും. പരിചയ സ്ഥലമാണ്. ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വന്ന് ഭയങ്കരമായിട്ട് പുറത്തിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പൂച്ചയും പട്ടിയൊക്കെ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിരിക്കും. ആൻഡ് ദേ ആർ അബ്സോർബിങ് മൈ എനർജി. ഐ തിങ്ക് ദിസ് ഇസ് എ ലോ ഓഫ് ദ യൂണിവേഴ്സ്. ഇതെനിക്ക് ആൾക്കാരെ പറഞ്ഞ് ബോധിപ്പിക്കാൻ. വിഷ്ണുവിന് മൃഗങ്ങളെ ഇഷ്ടമാണോ? ഒരു കഴിഞ്ഞ വർഷം വരെ 13 പൂച്ചയുണ്ടായിരുന്നു. അപ്പൊ നമ്മള് പൂച്ചക്കാരാണ്. അല്ല, അപ്പൊ നമ്മള് പൂച്ചക്കാര്. മനസ്സിലായല്ലോ ഇല്ല? അവർക്ക് അവരുടെ കാര്യങ്ങൾ നമുക്കറിയാം, പുറത്തൊരാൾക്ക് മനസ്സിലാവില്ല. ഈ പൂച്ചകളെ നന്ദിയില്ലാത്ത ജീവികളാണെന്നൊക്കെ വിളിക്കുന്നത് അങ്ങനെ ഉണ്ടാന്ന് വെച്ചാൽ ഒരു വിധം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒരു സ്പേസ് ഇഷ്ടമാണ്. പക്ഷെ മനുഷ്യനെ ഇഷ്ടമല്ല എന്നല്ല, അങ്ങനെ വേണം മനുഷ്യരും. എല്ലാരും ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പട്ടികളൊക്കെ വഴിയിലിറക്കി വിടുന്ന കണ്ടിട്ടില്ലേ? ഡോറ് തുറന്ന് പോയിട്ട് പല റോഡ് നമ്മള് വീഡിയോസ് ഒക്കെ കാണുന്നില്ലേ? ശരിയാ, ഡോണ്ട് ബി ഡിപ്പെൻഡ് ഓൺ എനിവൺ, ബി ഇൻഡിപെൻഡന്റ്. ബട്ട് അവർക്ക് അവരുടെ പ്ലേസിന് ഇഷ്ടമാണ്, അത് ശരിയാണ്. പട്ടികൾ കാണിക്കുന്ന അല്ലെങ്കിൽ ഡോഗ്സ് കാണിക്കുന്ന അത്ര സ്നേഹം പൂച്ചകളുടെ ഇല്ല. പക്ഷെ അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അവരുടെ ഒരു ലവ് ഉണ്ട്, അവരുടെ ഒരു വേ ഓഫ് ഇമോഷൻ ഉണ്ട്, അതിനൊരു വാല്യൂ ഉണ്ട്. അത് പൂച്ചക്കാർക്കേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് പിന്നെ വിഷ്ണു പറഞ്ഞ പോലെ 13 പൂച്ച ഉണ്ടെങ്കിൽ യു വിൽ നോ എങ്ങനെയാന്നുള്ളത്. ചില അപ്രീസിയേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ കൊറോണ പേപ്പേഴ്സിന്റെ വേദിയിലൊക്കെ വെച്ചിട്ട് പ്രിയദർശൻ പറയണം എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ്. ഇദ്ദേഹമാണല്ലോ നമ്മളെ പറ്റി ഇത് പറഞ്ഞിരിക്കുന്നത്. അത് പ്രിയദർശൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ തന്നെ ഏറ്റവും സോർട്ടഡ് ആഫ്റ്റർ ഡയറക്ടറാണ്. അപ്പോൾ പിന്നെ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴോ കഥ കേൾക്കുമ്പോഴോ ഒക്കെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഫേസസ് കുറച്ചുകൂടി ചെറിയ സംഗീതത്തിൽ ഒരുങ്ങുന്ന ഒരു കുഞ്ഞു സിനിമയാണ്. കോണ്ടന്റ് വൈസ് അത് വളരെ യുണീക്കാണ്, പുതിയതാണ്. അപ്പം എയിം ചെയ്യുമ്പോഴും ഒരു പ്രിയദർശൻ അല്ലെങ്കിൽ ഒരു ജിത്തു ജോസഫ് അല്ലെങ്കിൽ ഒരു ജോഷി അങ്ങനെ വന്നാലേ ചെയ്യുള്ളൂ, അങ്ങനെ സെലക്റ്റീവ് ആവാനുള്ളൊരു സാഹചര്യം ഉണ്ടോ? ഈ ഒരു ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് തന്നെ പറഞ്ഞ വിഷ്ണു, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ ചോദിക്കുന്നത്. നമ്മൾ പ്രിയദർശൻ സാറിന്റെ ഒരു അപ്രീസിയേഷൻ കിട്ടി, ലൈക്ക് ഈ അപ്രീഷിയേറ്റ്സ് ലൈക്ക് നല്ലൊരു ആക്ടറാണ്, വലിയ കാര്യം. ഇപ്പം മണിരത്നം സാറ് വന്നിട്ട് പറഞ്ഞ നല്ല ആക്ടറാണ്, വലിയ കാര്യം. അതല്ല, ഞാൻ ആക്ച്വലി അപ്രീസിയേഷൻ പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ്. അതെന്റെ ഫാദറിൽ നിന്നാണ്. എന്റെ ഫാദർ എനിക്ക് അപ്രീസിയേഷന്റെ ഭാഗം വന്നിട്ടില്ല. അതിപ്പോ ഞാൻ ഇങ്ങനെ പറയാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഞാന് നിങ്ങൾ ദങ്കല് കണ്ടിട്ടുണ്ടോ? ദങ്കല്, അപ്പം ആമിർ ഖാൻ പുള്ളിക്കാരി സ്റ്റേറ്റ് ലെവൽ വിൻ ചെയ്യുന്നു, പല സിനിമകളും വിൻ ചെയ്യുന്നു. ദങ്കലിലെ സിനിമ ഞാൻ കാണുമ്പോ ആമിർ ഖാൻ മക്കളോട് പറയും, അതായത് ലൈക്ക് യു ക്യാൻ സ്റ്റോപ്പ് ദിസ്, അല്ലെങ്കിൽ ഹിന്ദി പറയും ലൈക്ക് സബ് കുച്ച് ഖത്തം കർ സക്തേ ജബ് തൂ ജീതേഗാ. അപ്പം ഏത് കോൺസി തരീഖെ സെ ജീതേഗാ എന്നുള്ളത് പുള്ളി പറയുന്നില്ല. അപ്പം അതില് അവസാനം പുള്ളിക്കാരി ഷി വിൻസ് ഇന്റർനാഷണൽ ഗോൾഡ് മെഡൽ. അന്ന് പുള്ളിക്കാരിയുടെ തോളി തട്ടിയിട്ട് അതൊരു വെരി ഇമോഷണൽ. എന്റെ ഫേവറേറ്റ് മൂവിയാണ് ദങ്കല്. ഞാൻ അതൊരു 10 വട്ടം കാണും. എനിക്ക് അറിയില്ല, ഫാദർ ഡോട്ടർ റിലേഷൻ ആയിരിക്കണം. അപ്പോൾ പുള്ളിക്കാരി തോളി തട്ടി ഇങ്ങനെ പറയും, അതായത് സബാസ് ബേട്ടാ സബാസ്. അത് ആ പഞ്ചാബി സ്ലാങ്ങാ, സബാഷ് എന്നല്ല പറയാ, സബാസ് ബേട്ടാ എന്ന് പറയും. ദാറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ മാൻ. അതിന് കേൾക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരും, പറയുമ്പോൾ എനിക്ക് കരച്ചിൽ വരും. എടോ, എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഒരു സാധനം വരണം. അതായിരിക്കും എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. എനിക്കങ്ങനെ വന്നിട്ടില്ല. ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്താലും പപ്പയ്ക്ക് ചിലപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആവണമെന്നായിരിക്കും. ഞാൻ ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴും ഞാൻ ഓർക്കും, ഓക്കെ പപ്പ പറയും ഗുഡ് ജോബ്, അടിപൊളി. പക്ഷെ ഹി വാണ്ട്സ് മേ ബി ദ ബെസ്റ്റ് ഫോർ മീ. അപ്പോൾ എനിക്ക് എൻ്റെ അപ്പയുടെ കയ്യിൽ നിന്ന് ഒരു സുഭാസ് ബേട്ടാ വരുമ്പോഴായിരിക്കും ഞാൻ സെറ്റ് ആവുക. ശ്രമിക്കുന്നുണ്ട് അത് കേൾക്കാൻ വേണ്ടി. എനിക്കത് ശ്രമിക്കണം വിഷ്ണു, സത്യം എനിക്ക് ശ്രമിക്കണം. ബിക്കോസ് മൈ ഫാദർ ഇസ് വെരി വെരി സപ്പോർട്ടീവ്. ഐ ആം എ സിംഗിൾ ഗേൾ ചൈൽഡ്, ഞാൻ ഒറ്റക്കുട്ടിയാ. അപ്പോൾ എൻ്റെ പപ്പയുടെ ഡ്രീംസ് ഒക്കെ ഒത്തിരി ഉണ്ടാവില്ല, അതായത് ഡ്രീംസ് അതൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ ഡ്രീംസ് എന്തെങ്കിലും നടക്കട്ടെ എന്ന് ഓർത്ത് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ മൈ ഡാഡ് ആൻഡ് മോം. അപ്പം ഞാനിതിപ്പം പറയണമെന്ന് ഓർത്തതല്ല, ഒരു അവിടെ ഇവിടെ അതൊരു ചോദ്യം ചോദിച്ചു ഈ മനുഷ്യൻ.
പേരൻസ് എനിക്ക് സ്ട്രാറ്റജി ഭയങ്കര ഇഷ്ടമായി. ഇമോഷണൽ ആകുമ്പോഴല്ലേ അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സാധനം. ഞാൻ വേറൊരു വഴിക്ക് പോയപ്പം നിങ്ങൾ മറ്റേ അപ്രീസിയേഷൻ ചോദിച്ചു. ഞാൻ ഈ എൻ്റെ പപ്പ മമ്മ അവരുടെ അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബെസ്റ്റ് ഫോർ മീ. ഗോൾഡ്, മോർ ദൻ ഗോൾഡ്. എനിക്കത് എൻ്റെ പപ്പയുടെ നിന്ന് കിട്ടിയിട്ടില്ല. ഐ വോണ്ട് ഇറ്റ്. അതിനുവേണ്ടി ഞാൻ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതപ്പം നിങ്ങൾ പറയും ആക്ടിങ്ങിലൂടെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും അച്ചീവ്, എനിക്ക് അറിയില്ല. ഐ ജസ്റ്റ് വോണ്ട് ആൻ അപ്രീസിയേഷൻ ഫ്രം മൈ ഡാഡ്. ആൻഡ് കൊതിക്കുന്ന പോലെ മേ ബി സംതിങ് ദേ വോണ്ട് ആൻ അപ്രീസിയേഷൻ, ലൈക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുക, ഫുൾ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ പപ്പ ഞാനിപ്പം എൻ്റെ ഡോക്ടറേറ്റ് കഴിഞ്ഞ് MDS ഒക്കെ എടുത്ത് മാസ്റ്ററേറ്റ് എടുത്ത് പപ്പയുടെ രീതിയിൽ പോയിരുന്നെങ്കിൽ ആ ഒരു സബാഷ് ബേട്ട നേരത്തെ കിട്ടിയേനെ. പക്ഷെ അവിടെ ഞാൻ ഇച്ചിരി കോംപ്രമൈസ് എടുത്തു. കാര്യം ഐ വോണ്ടഡ് ദ സബാഷ് ബേട്ട ബേസ്ഡ് ഓൺ മൈ ഇൻട്രസ്റ്റ്. ആൻഡ് ഐ ഡോണ്ട് നോ എത്ര നാൾ എടുക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടാവുമോ എനിക്കറിയില്ല. ഉണ്ടാകണം. ഐ ഡോണ്ട് നോ. ഐ റിയലി ഡോണ്ട് നോ. ഐ റിയലി വോണ്ട് ദാറ്റ് my papa to appreciate me. That is my biggest dream. And a dream and a papa to tell that he's very proud of his daughter, because I've never made him proud. അതെങ്ങനെ പറയാൻ പറ്റും? I don't know. എൻ്റെ ways ഞാൻ ഇപ്പൊ കൂമൻ ഭയങ്കര വലിയ വിജയമായിരുന്നില്ലേ? എൻ്റെ ഫാദറിനെ സംബന്ധിച്ചോളം അത് വിജയമല്ല. അല്ല, അതൊരു അച്ചീവ്മെന്റ് അല്ല. Nothing is achievement for him. I don't know. അപ്പൊ ഞാൻ ബ്യൂട്ടി പേജന്റ് ഒന്നുമല്ല. Nothing വിഷ്ണു. ഞാൻ ചെയ്തിരിക്കുന്നതല്ല. For my father. അപ്പൊ ഇത് വിഷമം ഉണ്ടാക്കില്ലേ? നമ്മളിപ്പോ ഇത് എന്ത് ചെയ്തിട്ടും ഇവിടെ സാധനം വരുന്നില്ല. വിഷ്ണു വരുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മുമ്പ് ഇന്ന് കരഞ്ഞായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ മമ്മീനെ വിളിച്ച് കരഞ്ഞായിരുന്നു. അപ്പൊ കുറച്ചു മുമ്പ് ഒരു കോള് വന്ന എന്റെ മമ്മിയാ. ഞാൻ കരഞ്ഞിട്ടുണ്ട്. I'm telling this because എനിക്ക് കെമിസ്ട്രി മനസ്സിലല്ലേ, നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ലവ് ആണ്, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യും, സപ്പോർട്ട് ചെയ്യും. പക്ഷേ my father's wish was something very different. For me to be made maybe educational wise. Okay, academic region കുറച്ചും കൂടെ. And then maybe my family might still be orthodox. I still don't know. And the faces in the poster release ചെയ്തപ്പോ there was a very much issue. Backlash poster ആയതുകൊണ്ട്. Yes. ഞങ്ങളുടെ പോസ്റ്റർ റിലീസ് ചെയ്തപ്പോ my mom was kind of okay. Mummy was kind of acceptable. പപ്പയും ഓക്കെ ആയിരുന്നു. Many people they actually changed the idea itself. ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടാരെങ്കിലും ഗ്രൂപ്പില്ല, അങ്ങനെയൊന്നും ഗ്രൂപ്പിലില്ല. പക്ഷെ അല്ലാണ്ടും ബൈ മൗത്ത് ഉണ്ടല്ലോ. അയ്യോ മോളുടെ പടം ഡേ ഇങ്ങനെ കാണിക്കും. Now what do my parents think? അപ്പോൾ അവർക്ക് അവരൊരു ഇൻസൾട്ടാ ഫീൽ ചെയ്യാം. പക്ഷെ ഇൻസ്റ്റെഡ് ഓഫ് എനിക്ക് ഞാൻ മിസ് ഇന്ത്യക്ക് പോയപ്പോഴും ഇതിപ്പോ ഞാൻ പറഞ്ഞതാണ്, when I went to Miss South India or Miss India, people നമ്മൾ ബിക്കിനി ഇടുമ്പോഴും there are many people to criticize you. I don't understand why people are back of this drama again. It doesn't make sense actually. അല്ല, അവർക്ക് അറിയില്ല നമ്മൾ ഒരു സ്പൂൺ വെള്ളമൊക്കെ കുടിച്ചിട്ട് ബിക്കിനി ഒക്കെ ഇട്ട് നിൽക്കുന്നുള്ളത്. അത് അവർക്കറിയില്ല. പക്ഷെ at the end of the day we are criticized. We become the bad seed. വീട്ടിലെ ബാഡ് സീഡ് അല്ലെങ്കിൽ എന്ത് വിത്ത്, ഞാൻ അസുരന്റെ 10 മടങ്ങ് എഫക്റ്റ് ഉള്ളൊരു വിത്തായിട്ടാണ് കാണുന്നത്. സോ ഐ ഡോണ്ട് നോ. ബട്ട് എന്റെ പ്രവൃത്തികൾ ചിലപ്പം ഹേർട്ട്ഫുൾ ആയിരിക്കാം. അവരുടെ ഇന്റൻഷൻസും അവരുടെ ഡ്രീംസിനെയും ഖണ്ഡിക്കുന്നതായിരിക്കുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവുമല്ലോ. പക്ഷെ അത് ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ല. ജസ്റ്റ് ഫോളോയിങ് മൈ പാഷൻ. സോ ഐ തിങ്ക് മൈ ഡ്രീം, ഞാനിപ്പോൾ ഇതിപ്പോ ഞാൻ ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ വിഷ്ണുവിന് മുന്നിൽ നിന്നാണ് പറയുന്നത്. ഞാൻ പറയാണ് വിഷ്ണു, ഐ വോണ്ട് ടു വിത്തിൻ 1 or 2 years, if everything is okay, ഞാൻ ഹെൽത്തി ആണ്, if I'm zinda, if I'm alive, everything is okay, I want to make my appa proud. That is my ultimate aim. Not to make any director or many actor or no. My dream is to make my father say Shabash beta. അത് എന്ന് നടക്കുന്നു അന്ന് ഞാൻ വിഷ്ണുവായിട്ട് അടുത്തൊരു ഇന്റർവ്യൂ ഉണ്ടാവും പക്ക. എനിക്ക് അന്ന് വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടണം. എന്തിനാണ് ഐ മേഡ് ദിസ് ഹാപ്പൻ. ദാറ്റ് ഈസ് മൈ എയിം. ബ്യൂട്ടിഫുൾ. ദിസ് ഈസ് മൈ എയിം. അച്ഛന് വാശിയുണ്ടോ? വാശിയല്ല, എനിക്ക് വാശിയായിരിക്കാം. ബിക്കോസ് പപ്പ പറയുമ്പം ഞാൻ കേൾക്കാതെ എൻ്റെ ഇഷ്ടങ്ങൾ തന്നെ ഫോളോ ചെയ്യുന്നത്, അതിനെ സൈലന്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട് വിഷ്ണു.
സത്യമായിട്ടും. വിഷ്ണുവിന്റെ ഒരു ആഗ്രഹമുണ്ട്, അത് വിഷ്ണു ഫോളോ ചെയ്യുന്നു. പേരൻസിന് സപ്പോർട്ട് ചെയ്യണ്ട, പക്ഷെ എന്നാലും ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ അത് ചില സിനിമയെ കണ്ടിട്ടില്ലേ, കാണിക്കത്തില്ല, അങ്ങനെ എന്നെ ചെയ്യുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്റെ ഉള്ളിൽ അപ്പൊ കുറ്റബോധം വരും. അയ്യോ, ബാക്കി എന്റെ ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിച്ച് കൊച്ചു പിള്ളേരായി, എന്റെ പപ്പയ്ക്കൊരു കൊച്ചുമോനോ കുഞ്ഞിക്കാല്. അങ്ങനെയല്ല, ഐ എം എ സിംഗിൾ ചൈൽഡ് ഓൾസോ. ഐ ആം ദി ഓൺലി ഹൈറാർക്കി ഓഫ് മൈ ഫാമിലി. ഞാൻ എന്റെ പാഷൻ, എന്റെ ഇഷ്ടങ്ങള് പോകുമ്പോഴും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോ ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവോ? ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പം he stopped arguing. Oh, that's painful. That is the That's even painful. That is the most painful thing, because he stopped arguing. He don't argue anymore. He just say yes to me for everything I say. Imagine, എന്ത് പറഞ്ഞാലും എസ് പറയും, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും കണ്ണടയ്ക്കും. ആൻഡ് അത് made me realize that how much he loves me. അല്ലേ, he loves me because I'm his daughter. He loves me no matter what she does. Okay, I love her. Let her do. One day she will come back to me. പക്ഷെ എനിക്ക് ആ കം ബാക്ക് ഷുഡ് ബി ദാറ്റ് സബാഷ് ബേട്ട. ഫിനോമിനൽ. എനിക്ക് ഐ വോണ്ട് ടു മേക്ക് ഹിം പ്രൗഡ്, അത്ര എനിക്ക് ആഗ്രഹമുള്ളൂ. ആൻഡ് ദിസ് തിങ്, ഈ ഒരു കാര്യം ഇൻഡസ്ട്രിയിൽ അറിയാവുന്ന കുറച്ച് പേർക്ക് അറിയുള്ളൂ, വളരെ കുറച്ച് പേർക്ക്. അവർക്കറിയാം ഐ എം നോട്ട് ദി ബെസ്റ്റ് ഡോട്ടർ. ഐ എം നോട്ട് ദി ബെസ്റ്റ് ഡോട്ടർ ഓൺ സ്ക്രീൻ. ഐ എം നോട്ട് ദി ബെസ്റ്റ് ഡോട്ടർ. I'm not the best daughter. I have my best dad. I have the best dad. And I want to make him proud one day. I know I'll make him proud one day. And our proud day, the first person to interview me will be Vishnu. നമുക്ക് ഒരു തിയറി ഉണ്ട്, നമ്മൾ മൈൻഡ്ഫുൾ ആയാലാണ് നമ്മൾ ക്രിയേറ്റീവ് ആവുക, നമ്മൾ ക്രിയേറ്റീവ് ആയാലാണ് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുക. സോ മൈൻഡ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ബേസിക്കലി ഹാപ്പി ആവണം. മെന്റൽ ഹെൽത്ത് എങ്ങനെയാ? ഇത് ആക്ച്വലി വിഷ്ണു എന്റെ ഫേസിൽ ഇന്റർവ്യൂ കണ്ടറിയാം. ഡയറക്ടറിനോട് ചോദിച്ചു, നിലേഷോടും കലേഷിനോടൊക്കെ ചോദിച്ചു, അർജുനോട് നമ്മുടെ കൂടെ, എന്റെ കൂടെ സന്ദീപ്, വെരി ബ്യൂട്ടിഫുൾ ആക്ടർ. സോ അദ്ദേഹത്തോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു നിത്യ എന്ന് പറഞ്ഞ കഥാപാത്രം ഹന്ന ചെയ്തത്. അപ്പൊ എല്ലാരും എന്നെ ഒരു നോട്ടമുണ്ട്, 3 പേരും കൂടെ ഒരുമിച്ച്. അതായത് എന്റെ റിയൽ ലൈഫ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. ഓക്കെ, എന്റെ മൈൻഡ് ഹെൽത്ത് വാസ് വെരി ഡൗൺ. അതുകൊണ്ട് നിത്യ കഥാപാത്രം അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ബിക്കോസ് എനിക്ക് സിങ്ക് ചെയ്യുമായിരുന്നു. ഞാൻ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ഡയറക്ടർ പറയും, ആ ഷോർട്ട് റെഡി ആക്കി വെച്ചോ, എന്നാ കറക്റ്റ് വൈബിലെ വരുന്നത്, സെറ്റ് ആക്ഷൻ പറഞ്ഞാൽ മതി. ഇതുപോലായിരുന്നു. അപ്പം ഐ തിങ്ക് മൈ ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ആർ സോ ബാഡ് ഇൻ 2003 and 2004. ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദാറ്റ്. അതെനിക്ക് ക്യാമറ മുന്നിൽ പറയാൻ പറ്റില്ല. പക്ഷേ വിഷ്ണു ഇപ്പോൾ ചോദിക്കുമ്പം ഐ എം എ വെരി ഓപ്പൺ പേഴ്സൺ. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ പകുതിയിലേറെ കൂടുതൽ പറയും. അതുകൊണ്ട് പറയാം, ലൈക്ക് മൈ ഇമോഷൻ വാസ് വെരി ലോ. ഇപ്പം ലോ ഫേസിൽ പോകുമ്പം നമുക്ക് കറക്റ്റ് സമയത്ത് ഒരു വട്ട് സിനിമ കിട്ടുക, കറക്റ്റ് സൈക്കോ സെറ്റ് പോലെ സെറ്റ്. അങ്ങനെ അത് ഈസി ഫോർ മീ. എനിക്ക് സിനിമയിൽ ഈ സിനിമ വാസ് ഈസി. ബാക്കി സിനിമയിലൊക്കെ അപ്പൊ പക്ഷേ ഡൗൺ ആവുമ്പോ ഈ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല? ജിമ്മ് പോവാ, ചെയ്യാറില്ല. പ്രോട്ടീൻ ഫുഡ് അത് കഴിക്കുക, കണ്ടുകൂടെ? കൃത്യമായിട്ടുള്ള ഉറക്കം, കൃത്യമായിട്ടുള്ള വെള്ളം. വിഷ്ണു എന്നെ കഴിഞ്ഞ സിനിമയിൽ കാണുന്നതാണോ ഞാൻ? അല്ല, അല്ലല്ലോ. അല്ല. ഞാൻ തടി വെച്ചു, മൈ ഹെൽത്ത് വൈസ് ഐ എം നോട്ട് സോ ഗുഡ്. സോ ഐ തിങ്ക് യെസ്, ഇറ്റ് എഫക്ട്സ്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആകുമ്പം, ഇമോഷണൽ ഡൗൺ ആകുമ്പോൾ നമുക്ക് ജിമ്മിൽ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല, സെൽഫ് മോട്ടിവേഷൻ ഡിപ്രൈവ് ആവും. സോ അത് പുഷ് ഓൺ ചെയ്യാന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അതിപ്പോൾ ഞാൻ ഐ ഹാവ് റീസ്റ്റാർട്ടഡ് ദാറ്റ്. സോ ഐ തിങ്ക് മേ ബി നെക്സ്റ്റ് ഇന്റർവ്യൂവില് നമ്മൾ പൊളിക്കും. സോ ഐ വെരി വർക്കിംഗ് ഓൺ ദാറ്റ്. പക്ഷെ അത് എഫക്റ്റ് ആവാറുണ്ട്, എഫക്റ്റ് ആയിട്ടുണ്ട് പല സിനിമകളിലും. വെൻ യു ആർ ഫീലിംഗ് ലോ ഓർ മേ ബി നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുമ്പോൾ തന്നെ എഫക്റ്റ് ആവും. പക്ഷേ ബൈ ഗോഡ്സ് ഗ്രേസ് വന്നിരിക്കുന്ന സിനിമകളിലൊക്കെ ആ ലോ ലൈഫ് സ്റ്റൈലിൽ തന്നെ പോകേണ്ട സിനിമകളാണ്. മിറാഷ് ആണെങ്കിലും ടെൻഷൻ അടിച്ച് ഇറക്കുന്ന സാധനം. ഫേസസും അത് തന്നെ, പുഞ്ചിരി മുറ്റവും ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെ. അപ്പം ഈ സിനിമകളൊക്കെ ഈ സമയത്ത് വന്നത് കൊണ്ട് സിങ്ക് ആയിപ്പോയി. പക്ഷെ എനിക്കിനി അങ്ങനത്തെ സിനിമയും വേണ്ട, സിങ്കും വേണ്ട, മതി. അല്ല ശരി, ഞാനിപ്പോ എങ്ങനെ പറയാണ്, ഇപ്പൊ വാർ 3 ഹിന്ദി വാർ 3 അവര് പറഞ്ഞ പോലെ മറ്റേ ഹൃതിക് റോഷന്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ആക്ടർ ഉണ്ടാവില്ല, അതേ അതിന് റീപ്ലേസ് ചെയ്യുന്ന കാർത്തിക് ആര്യനൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാ ഫ്രാഞ്ചൈസിൽ അങ്ങനെയല്ല മാറുക. അപ്പൊ അവർക്കൊരു നായികയായിട്ടാണ്
കാസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ ആ പടം ഭയങ്കര വലിയ വിജയമാവാം, ഉം. അത് ഭയങ്കര കൊമേഴ്ഷ്യൽ സക്സസ്ഫുൾ ആവാം, എല്ലാ ഭാഷകളിലും ഇത് എത്തും, പാൻ ഇന്ത്യൻ സക്സസ് ഒക്കെ കിട്ടും. സ്റ്റിൽ വാറിൻ്റെ ഫ്രാഞ്ചൈസ് ആണ്, അതിൽ ഫൈറ്റ് സീക്വൻസ് ഉണ്ടാവും, ഭയങ്കര സെക്സി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആയിരിക്കും, ബിക്കിനീസിന് എന്തായാലും ഉണ്ടാവും വാറിൽ. അപ്പം ഇതും ഹന്നയുടെ ഈ പറഞ്ഞ അച്ഛൻ്റെ ആഗ്രഹങ്ങളും അച്ഛൻ്റെ ഇഷ്ടങ്ങളും ഇതെങ്ങനെയാ അപ്പോൾ സെറ്റ് ആവും? എനിക്കിത് ആ മനസ്സിലായിട്ടേ സെറ്റ് ആവാൻ ഇല്ല. ഭയങ്കര പാടാണ്. അത് സെറ്റ് ആവത്തില്ല. ഞാൻ മത്സരത്തിന് പോയപ്പോൾ തന്നെ പപ്പയുടെ ആ ഒരു മൈൻഡ് അങ്ങ് മാറിയായിരുന്നു. ആ. ലൈക്ക് ഓക്കെ ഫൈൻ, ഷീ ഹാസ് ഹർ ഓൺ വേസ്. ഉം. അതിനെ ഉൾക്കൊള്ളുമെന്നാണ് പപ്പ ചെയ്തിരിക്കുന്നത്. ഉം. ഞാൻ പപ്പ അംഗീകരിച്ച വഴിയിൽ ഉം. ഓക്കെ എന്നാ അദ്ദേഹം അംഗീകരിച്ചു. എന്നാൽ ഇതിലെന്തെങ്കിലും ഒന്ന് ഉം. നേടിക്കാണിക്കുക. ഉം. അപ്പം നേടുക എന്ന് പറയുന്നത് ചിലപ്പം മെറ്റീരിയലിസ്റ്റിക് ആയിരിക്കാം. അല്ലാണ്ട് എന്തുവാ ഉം. ഈ പോകുന്ന ട്രോഫി അവാർഡും ആരെങ്കിലും വീട്ടിൽ കൊണ്ടുപോകുന്നുണ്ടോ? ഉം. ആരുടെ മണ്ടി പോകുന്നു അല്ലേ? ഒന്നും വലിയ ഉം. കാര്യമല്ല. ഉം. 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 എനിക്കിപ്പോ ഒരു ഓസ്കാർ കിട്ടിയാലും നാഷണൽ അവാർഡ് കിട്ടി എന്ത് വന്നാലും ഉം. ശരിയാണ്, വലിയ കാര്യമാണ്. ഉം. ഫൈൻ, ഉം. ആസ് ലോങ് ആസ് യു എക്സിസ്റ്റ് എ ഹ്യൂമൻ ബീയിങ് ഇറ്റ്സ് ഫൈൻ. ഉം. മൊമെന്റ് യു ഡൈ ഇറ്റ് ഓൾ പെരിഷസ് Okay. അല്ലേ? Okay. അപ്പം Okay. എന്റെ Okay. So, what does Hanna Rajigoshi sees as an epitome of excellence? for me right now I would say my father's appreciation, Ah. be it be in any form. Oh. അപ്പൊ എന്റെ പപ്പയുടെ ആംഗിളിൽ ചിലപ്പോൾ ബീയിങ് സക്സസ്ഫുൾ ഇൻ ഫ്രണ്ട് ഓഫ് അതർ പീപ്പിൾ ആയിരിക്കാം. Hmm. Now when I think how can I be successful in front of other people? Hmm. By achieving something what other people think it's successful. Hmm. അങ്ങനെയാണ് സൊസൈറ്റി പോകുന്നത്. Hmm. അപ്പൊ ഞാനിപ്പോ ഒരു വലിയൊരു അവാർഡ് വിൻ ചെയ്തു, Hmm. വലിയൊരു സിനിമയുടെ ഭാഗമായി. ഇപ്പൊ ഞാൻ സിനിമ എടുത്തുകൊണ്ട് പറയുന്നു. Hmm. Ah, അല്ലെങ്കിൽ yes. ഞാനിപ്പോ വേറെ മേഖലയാണെങ്കിൽ നമ്മുടെ Passion ആയിട്ടാണെങ്കിൽ നാസയിൽ ജോയിൻ ചെയ്തു. ഐ വുഡ് ബി ഇപ്പൊ ഞാനൊരു ഐ വുഡ് സി ഓരോ ഇപ്പം നോബൽ പ്രൈസ് കിട്ടുന്നു, ലൈക്ക് ബീങ് എൻ ആസ്ട്രോണറ്റ് നാസ, ഓരോ അവനവന്റെ മേഖലകളിൽ പ്രശസ്തമാകുമോ അല്ലെങ്കിൽ പ്രശസ്തിയും വിട്, Hmm. സംതിങ് സെൽഫ് സാറ്റിസ്ഫാക്ടറി, Okay. ഇത്രേ ഓർക്കുന്നുള്ളൂ. Okay. 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 ഞാൻ സാറ്റിസ്ഫൈഡ് ആവുക. Hmm. അപ്പോൾ ഞാൻ ചിലപ്പം ഫോർ മീ പപ്പ നോക്കുമ്പോൾ ഓക്കെ ഫൈൻ, ഷീ ഫോളോഡ് എ പാഷൻ, ഷീ ഈസ് ഫോളോയിങ് എ പാഷൻ, അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു, ഫൈൻ. നൗ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വാട്ട് ഹാസ് ഇ ഡൺ ഫോർ ഹെർ സെൽഫ്? ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണ്. ഞാൻ പല വലിയ ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്തു, കുറേ കഥാപാത്രങ്ങൾ ചെയ്തു. ഞാൻ കുറേ ഇനി അവാർഡ് കിട്ടിയെന്നും ഇരിക്കട്ടെ, Hmm. എനിക്ക് ക്രിട്ടിക്സ് അവാർഡ് കിട്ടി, ബട്ട് സംതിങ് മേ ബി മോർ കമൻഡബിൾ ഇഫ് ഐ ഗെറ്റ്, Hmm. ഇരിക്കട്ടെ. അതെൻ്റെ അപ്പ അപ്രീഷിയേറ്റ് ഒന്നും എനിക്കറിയില്ല. Hmm. ഓസ്കാർ കിട്ടിയ പോലും അപ്പ കുറച്ച് നോക്കിട്ടാ ഇതാണ് മാറ്റി വെക്കുമായിരിക്കാം. അതല്ല ഞാൻ പറയുന്നത്. Hmm. ഫ്രം ഹിസ് ഹാർട്ട് ഹി ഷുഡ് ഫീൽ ദാറ്റ് ഓക്കെ മൈ ഡോട്ടർ ഹാസ് ഡൺ സംതിങ് വിച്ച് ഷീ ഫോളോഡ് ആൻഡ് ഷീ ഫൈനലി പ്രൂവ്ഡ് ഇറ്റ്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. Hmm. പപ്പ ഇതെനിക്ക് ക്യാമറ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയില്ല. പപ്പ എൻ്റെ രക്ഷാധികാരി ബൈജു ആണ് തിയേറ്ററിൽ കണ്ട സിനിമ. ദാറ്റ് ഈസ് 2017. എൻ്റെ പപ്പ തിയേറ്ററിൽ സിനിമ കണ്ടില്ല. പൂമനൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഈ നിമിഷം വരെ സിനിമ എൻ്റെ കണ്ടിട്ടില്ല. OTT വരുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം കോവിഡിന് ശേഷമുള്ള OTT വലുതായത്, അല്ലെങ്കിൽ മുമ്പ് CD-യും അല്ലെങ്കിലൊക്കെ ആയിരുന്നല്ലോ, ഒന്നാ കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന സിനിമകൾ പലതും കണ്ടിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഭയങ്കര ട്രിക്കി സിറ്റുവേഷനിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത്. സോ ഐ ഡോണ്ട് നോ, ഐ വോണ്ട് ടു മേക്ക് ഹിം ഹാപ്പി. സോ അല്ല, ഇതെല്ലാ അവസ്ഥകളിലും അപ്ലൈ ആവും. സേ ഇപ്പോൾ ഒരാളെ ഇഷ്ടമായി, ഒരാളെ കമ്പാനിയനാക്കാൻ പോയി, അപ്പോഴും അപ്പയ്ക്ക് ഇഷ്ടമാവണ്ടേ? വേണം. അതൊക്കെ പാടാണ്. ദിസ് ഈസ് വെരി ടഫ് മാൻ. ഐ ഡോണ്ട്, ഇടയ്ക്ക് വിചാരിക്കും എനിക്കുണ്ടായിരുന്നു പടച്ചവനെ ഓർക്കും. അങ്ങനെയൊന്നും പറയണ്ട. അങ്ങനെയല്ല, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് യു നോ, അവിടെയും ബാലൻസ് ചെയ്യണം, ഇവിടെയും you ബാലൻസ് have to ചെയ്യണം. satisfy so many people, like my family, my people, and especially my parents. അപ്പോൾ എനിക്ക് അവരെ സാറ്റിസ്ഫൈ ഇല്ലെങ്കിൽ ഗിൽറ്റി ഫീലിംഗാ. കിടന്നുറങ്ങുമ്പം കുറ്റബോധമാ. ഓ മൈ ഗോഡ്, ഐ ഡിഡ്ന്റ് മേക്ക് ദം ഹാപ്പി. ഹൗ ദേ അപ്പൊ അതുകൊണ്ട് ഈ പ്രണയമൊക്കെ സൈഡ് ലൈൻ ചെയ്ത് വെക്കോ ജീവിതത്തിൽ? അങ്ങനെ വന്നോ? പിന്നെ പ്രണയം സൈഡ് ലൈൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ച കുറേ സമയത്തേക്ക്. അതായത് ഐ വോണ്ട് മൈ പേരൻസ് ടു അക്സെപ്റ്റ്. പല്ലി ചലിച്ച അവസാന പല്ലി നോക്ക് ലൈക്ക് മൈ പേരൻസ് ആർ ലൈക്ക്, എനിക്ക് പേരൻസിനെ ഹാപ്പി ചെയ്യുക അല്ലെങ്കിൽ അവർ ഓക്കെ ആവുക അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പപ്പയുടെ ഒരു അപ്രീസിയേഷൻ കിട്ടുക എന്നുള്ളതാണ്. അതായത് ഓക്കെ മോനെ, എന്നെ മോനെ എന്നാണ് വിളിക്കുന്നത്, ആണും പെണ്ണോട് ഒരാളെ ഉള്ളൂ ഞാൻ, അതുകൊണ്ടായിരിക്കണം. ഐ തിങ്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ ബേട്ട ബേട്ട എന്നല്ലേ. സോ ജസ്റ്റ് ലൈക്ക് ബേട്ട തുനെ കുച്ച് കിയ അല്ലെങ്കിൽ സുഭാഷ് കിയ അല്ലെങ്കിൽ നല്ലത്, ഓക്കെ മോനെ ഐ എം ഹാപ്പി, ഐ എം പ്രൗഡ് ഓഫ് യു. ഇത് അപ്പോഴൊന്നും എനിക്ക് ഇതുവരെ കേൾക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്താലാണ് കേൾക്കുക?